എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് വരുമാനത്തിൽ നിന്നും അപ്പുറമായി നമുക്ക് വേറൊരു രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയകളാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ചാറ്റ് ജി പി ടി എടുക്കുക. ചാറ്റ് ജി പി ടി എടുത്തിട്ട് നമുക്ക് എന്തൊക്കെയാണോ ക്വാളിറ്റീസ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അഡീഷണൽ എന്ത് സ്കില്ലുകളുണ്ട് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ചാറ്റ് ജി പി ടിയുടെ സ്ക്രീൻ നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണിത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സ്കിൽസ് അറിയാം. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചാറ്റ് ജി പി ടി പറയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പ്രോംപ്റ്റിൻ്റെ ബേസിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടും എന്നുള്ളത് ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്തിലൊക്കെയാണ്, ഏത് ട്രേഡിലൊക്കെയാണ് നമുക്ക് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ ക്വാളിറ്റീസ്, സ്കിൽസ്, ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് ബികോം ഗ്രാജുവേറ്റ് ആണ്, 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അക്കൗണ്ടൻ്റ് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം എനിക്ക് ബുക്ക് റീഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ക്രിക്കറ്റ് അറിയാം, അതായത് ഞാൻ ക്രിക്കറ്റ് കളിക്കും വീക്കെൻഡിൽ. പിന്നെ ഫുട്ബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സ്കില്ലുകളും ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിതിലിപ്പോൾ പ്ലേയിങ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സ്കിൽ എന്നുള്ളത് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് അവിടെ പ്രോംപ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ആ മൈക്കിൻ്റെ ഒരു സിമ്പിൾ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക. ഇപ്പം ഞാനങ്ങനെ ഇങ്ങനെ വീക്കെൻഡിൽ ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഫുട്ബോളൊക്കെ കളിക്കും എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് വേറെ അഡീഷണൽ സ്കില്ല്. ഇപ്പം ഞാൻ റീഡിങ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൈക്ലിങ്, പിന്നെ ജിമ്മ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീക്കെൻഡിൽ ഇഷ്ടം കുറച്ച് ചെയ്യുന്നുണ്ട്. ആ രീതിയിലും കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള പാസീവ് ഇൻകം ജനറേറ്റിംഗ് ഐഡിയാസ് എന്തൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ചാറ്റ് ജി പി ടിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റീസ്, സ്കിൽസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാറ്റ് ജി പി ടി നമുക്കത് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ ചാറ്റ് ജി പി ടിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല ഗൈഡൻസ് കിട്ടുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചാറ്റ് ജി പി ടി എനിക്ക് എന്തൊക്കെ സജഷൻസ് തരും എന്നുള്ളതാണ് നോക്കുക. ഇതിൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം റിസൾട്ട് എന്താ വരുന്നതെന്നുള്ളത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ ഗൂഗിളിൽ ചാറ്റ് ജി പി ടി എടുത്തിട്ട് നമ്മളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. എപ്പോഴും ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ പ്രോംപ്റ്റിൻ്റെ ബേസിൽ എനിക്ക് എന്താ വരണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പറയുന്നത് ചെറുതായിട്ടാണ്, ഇപ്പോൾ ടൈപ്പ് ചെയ്യണ ഓപ്ഷൻ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്ക്രീൻ വലുതാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു 10ഓളം ഇങ്ങനെ ഐഡിയാസ് ഇപ്പോൾ ചാറ്റ് ജി പി ടി പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ക്രിയേറ്റ് ആൻ ഓൺലൈൻ അക്കൗണ്ടിങ് കോഴ്സ് ഓർ ബ്ലോഗ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള സജഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു അക്കൗണ്ടിങ് കോഴ്സിൻ്റെ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അവർക്ക് പാസീവ് ഇൻകം അതിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, കണ്ടന്റ് ക്രിയേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഡിവിഡൻഡ് സ്റ്റോക്സ്. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നോക്കണ്ട, ഇതെന്ന് വെച്ചാൽ ജനറലായിട്ട് ഒരു 10-15 ഐഡിയാസ് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, അത്യാവശ്യം നമ്മുടെ ഒരു ക്യാപിറ്റൽ ഉണ്ടാവും, പിന്നെ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണമാണ് പറയുന്നത്. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് എല്ലാവരുടെ കേസിലും നടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, പക്ഷെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഫ്രീലാൻസ് അക്കൗണ്ടിങ് ഒരു ബുക്ക് കീപ്പിംഗ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പറയുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്, നിഷ് മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ് നിഷ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലോ ബ്ലോഗോ തുടങ്ങുക, കണ്ടന്റ് ക്രിയേഷൻ സെയിം തന്നെ പറയുന്നത്.
അപ്പോൾ ആ രീതിയിൽ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതും ഒരു പാസീവ് ഇൻകം ഐഡിയ തന്നെയാണ്. നമുക്ക് അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതുള്ളൂ. പിന്നെ ക്രിയേറ്റ് ആൻഡ് സെൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇപ്പോൾ ഫിനാൻസ്, അക്കൗണ്ടിങ് ടൂൾസ്, ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്, ബഡ്ജറ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ വർക്ക്സിൻ്റെ ബേസിലാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ വർക്കും ജോലിയും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ രീതിക്ക് കിട്ടും. പിന്നെ ഇൻവെസ്റ്റ് ഇൻ പിയർ ടു പിയർ ലെൻഡിങ്, ഇപ്പോൾ ലെൻഡിങ് ക്ലബ്ബുകൾ ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ ഇൻഡിവിജ്വൽസിന് ലെൻഡിങ് അല്ലെങ്കിൽ ഇത് പണം കൊടുക്കൽ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു ഫിറ്റ്നസ് വ്ളോഗ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇവർ എനിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ഫിറ്റ്നസ്സിൻ്റെ ഗിയർ, അങ്ങനത്തെ കാര്യങ്ങൾ റെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓൺലൈൻ ഷോപ്പിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ സെയിൽസ് നടക്കുക. ഇനി 10ാമത്തെ ആയിട്ട് പറയുന്നത് ഈ ഡെവലപ്പ് ചെയ്യുക, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുക, അക്കൗണ്ടിങ് ടൂൾസ്, ഫിറ്റ്നസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി വൈഡ് നോളജ് ആവശ്യമാണ് ഇപ്പോൾ ചെയ്യുന്നതിന്. ഇനി പിയർ ടു പിയർ കാർ ഷെയറിങ്, ഇപ്പോൾ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, കാർ ഷെയറിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ക്രിയേറ്റ് സ്പോർട്സ് റിലേറ്റഡ് സബ്സ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് കേട്ടോ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ബേസിൽ എന്നിട്ട് വിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ആവശ്യമാണ് ഇതിനൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരിതിൽ പറയുന്നുണ്ട് ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, വാട്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ വാട്ടർ നമ്മൾ അറിയണം എന്താണെന്നുള്ള, വെള്ളം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നീന്തൽ പഠിക്കാൻ വേണ്ടി നമ്മളതിൽ ചാടാൻ പാടുള്ളൂ. അപ്പോൾ അക്കൗണ്ടന്റ് എന്നുള്ളൊരു രീതിയിലാണ് കൂടുതൽ സജഷൻസ് എനിക്ക് വരുന്നത് ഈ പ്രോംപ്റ്റിന്റെ ബേസിൽ. ഇതിനകത്ത് എനിക്ക് കുറച്ച് ഐഡിയാസ് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ നിന്നും എനിക്ക് യോജിച്ച 1-2 ഐഡിയാസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ 1-2 ഐഡിയാസ് ട്രൈ ചെയ്യുക ലൈഫിൽ. ഇത് സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.